ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ ഹല്ലേലൂയാ മഹത്വം. അങ്ങന്റെ യുഗനിധിയിൽ ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ ഹല്ലേലൂയാ മഹത്വം. അവന്റെ മുൻപാകെ നമ്മുടെ ഭാവന ഉയർത്തവനെ പാടാം. അഭിഷേകത്തിന് ശക്തി വാഗ്ദത്തം ചെയ്തവൻ ഞാൻ യോജനം ഞാൻ കാര്യസ്ഥനിലേക്ക് വരികയെന്ന് വാഗ്ദത്തം ചെയ്തു പോയവൻ അവന്റെ ആത്മാവെന്ന കാര്യസ്ഥ നമ്മുടെ മേൽ പകർന്നതിന് ആത്മാവിന്റെ അഗ്നി അഗ്നാവുകൾ പോലെ കാത്തിരുന്നവരെ പതിവ് അഭിഷേകത്തിന്റെ ശക്തി രാത്രി ഇന്ന് പകലിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ഇറങ്ങുക. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങളേക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരുപ്പീൻ. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ക്രിസ്തുവിന്റെ സമാധാനം യഥാർത്ഥത്തിൽ വാഴുന്നുണ്ടോ എന്ന ഒരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കുടപ്പിറപ്പുകളെ, ലോകത്തിലും ലോകക്കാരിലും സമാധാനമില്ലാത്ത ഈ കാലഘട്ടത്തിൽ സമാധാനമുള്ള ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. അത് ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്ന ദൈവമക്കളാണ്.
ഇവിടെ നാം വായിച്ച കുറിവാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം വാഴട്ടെ എന്നുള്ളൊരു കാര്യമാണ്. കർത്താവായ ക്രിസ്തു തരുന്ന സമാധാനം, ഈ സമാധാനം അതിനർഹതയുള്ളവരിൽ വാഴുകയാണ് ചെയ്യുന്നത്. ദൈവഹിതം നിറവേറ്റുന്നവരിൽ ഈ സമാധാനം വ്യാപരിക്കുകയും അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ഏത് ഹൃദയ സംഘട്ടനങ്ങളുടെ നടുവിലും അവരെ ധൈര്യപ്പെടുത്തി നിർത്തുകയും കാര്യങ്ങളൊക്കെ നേരെയാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്രകാരം ആ സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സമാധാനം അവരെ ഭരിക്കുകയും നമുക്ക് ചുറ്റുമുള്ളവർ അത് കണ്ട് മനസ്സിലാക്കുവാൻ തക്ക സാഹചര്യങ്ങൾ ഉളവാക്കപ്പെടുകയും ചെയ്യും. പ്രിയരെ, ആകുല ചിന്തയിൽ നിന്ന്, ഭയത്തിൽ നിന്നൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. നമ്മളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന് സമാധാനം വാഴുന്നുണ്ടെങ്കിൽ ആകുല ചിന്തയും ഭയവും എല്ലാവിധ സംഘട്ടനങ്ങളും നമ്മുടെ ഹൃദയത്തെ വിട്ടുമാറും. എന്നാൽ നാം അറിഞ്ഞോ അറിയാതെയോ ദൈവഹിതത്തിൽ നിന്ന് നാം പുറത്തായി പോയാൽ ക്രിസ്തുവിന് സമാധാനം നമ്മെ വിട്ടുമാറുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം അത് ആത്മീയ സമാധാനമാണ്. അത് നമ്മെ ദൈവത്തോട് സമാധാനത്തിലാക്കുന്നു. ദൈവവും മനുഷ്യനുമായി സമാധാനത്തിൽ കഴിയുന്നു. തുടർന്ന് ക്രിസ്തുവിന്റെ സമാധാനം മനുഷ്യനുമായി സമാധാനം വരുത്തുന്നതുമാണ്. ഈ സമാധാനം ഹൃദയത്തിൽ വാഴുന്ന ഒരു ദൈവപൈതൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ കൂടി പോയാലും അവൻ്റെ ഹൃദയം കലങ്ങിപ്പോവുകയില്ല. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠകരമാണ്. ബുദ്ധി കൊണ്ട് നോക്കിയാൽ ലോകത്തിൽ ഒരു ദൈവപൈതലിനെ വ്യാകുലപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നമ്മളെ വ്യാകുലപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചുറ്റും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയൂ. എന്നാൽ അവനിൽ ക്രിസ്തുവിന് സമാധാനം വാഴുമ്പോൾ അതിനപ്പുറം, വ്യാകുലപ്പെടുത്തുന്ന അനുഭവങ്ങൾക്കപ്പുറം ഒരു ഭക്തൻ കാണുന്നത് ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളും തന്നെ നടത്തുന്ന വഴികളുമൊക്കെയാണ്. അവൻ തൻ്റെ ഹൃദയക്കണ്ണുകൾ തുറന്ന് കാണുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും. പ്രിയരെ, താങ്കളിൽ ഈ സമാധാനം വാഴുന്നുണ്ടോ? താങ്കൾക്ക് ഈ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ ഈ സമാധാനം താങ്കൾ മാത്രം അനുഭവിച്ചാൽ പോരാ. ഈ സമാധാനം അന്യോന്യം വെളിപ്പെടുത്തുവാനാണ് നമ്മെ ദൈവം ഏക ശരീരമായി ചേർത്തിരിക്കുന്നത്. വ്യക്തികളിൽ സമാധാനമുണ്ടെങ്കിൽ സഭയിലും സമാധാനം നിറഞ്ഞിരിക്കുകയും തന്മൂലം ഐക്യത വെളിപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന സമാധാനം സഭയിലുള്ള മറ്റെല്ലാ വ്യക്തികളുമായും നാം സമാധാനത്തിലായിരിക്കും. കാരണം നാം ഒരു ശരീരമായിരിക്കുവാനാണ് ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടത്. ആ ശരീരത്തിലെ നമ്മുടെ ബന്ധങ്ങൾ ഐക്യതയും സമാധാനവും നിറഞ്ഞതായിരിക്കണം. നാം ദൈവഹിതത്തിനകത്ത് നിന്നെങ്കിലേ പ്രിയരെ അത് നമ്മിൽ കൂടി നടക്കുകയുള്ളൂ. ദൈവഹിതത്തിന് പുറത്താണ് നാം നടക്കുന്നതെങ്കിൽ സഭയിൽ മത്സരവും അനൈക്യതയും ഒക്കെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അതൊരിക്കലും ഉണ്ടാകുവാൻ ഇടയാകരുത് എന്നുള്ള നിർബന്ധത്തോടെ ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം വാഴുവാൻ അനുകൂല സാഹചര്യങ്ങൾ, അനുകൂല ക്രമീകരണങ്ങൾ നാം ഒരുക്കി തീർക്കേണ്ടത്. ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം ഏതെങ്കിലും വിധത്തിൽ നഷ്ടമായി പോയാൽ ദൈവഹിതത്തിന് പുറത്തുള്ള വഴികളിലൂടെ അവൻ യാത്ര തുടങ്ങുകയാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. തുടർന്ന് അവൻ്റെ ആന്തരിക സമാധാനം നഷ്ടമായതിൻ്റെ വെളിച്ചത്തിൽ താൻ ജഡികമായതിലേക്കും ലോകകാര്യങ്ങളിലേക്കും തൻ്റെ ശ്രദ്ധയെ തിരിക്കുവാൻ ഇടയായിത്തീരും. ഇതവനെ വലിയ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിഷയങ്ങളാണ്. ദൈവഹിതത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ ഹിതപ്രകാരം മാത്രം
ദൈവശബ്ദം മറുതലിച്ച് ഓടിപ്പോയ യോനയെപ്പോലെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം ഉണ്ടെന്ന നാട്യത്തിൽ സഞ്ചരിക്കപ്പെടുവാനിടയായിത്തീരും. അവസാനം ലോകമാം സമുദ്രത്തിൽ അവൻ എടുത്തെറിയപ്പെടുന്നു. തുടർന്ന് കടലാനയുടെ വയറ്റിനകത്തു വച്ച് അയ്യം വിളിച്ച് ചില നാളുകളിൽ കഴിയേണ്ടതായും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായും വരുന്നു. പ്രിയരെ, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മിൽ ഉണ്ടെന്നുള്ള നാട്യത്തിൽ ജീവിക്കുവാനിടയാകാതെ യഥാർത്ഥ ക്രിസ്തു സമാധാനം നമ്മെ ഭരിക്കുവാനിടയാകുന്ന ഒരു യഥാർത്ഥ ആത്മീയ ജീവിതം നയിക്കുവാൻ നാം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. നിശ്ചയമായിട്ടും നമ്മിൽ നിന്നും ആ സമാധാനം അനേകരിലേക്ക് പകരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. അപ്രകാരം ഒരു ആത്മീയ ജീവിത നിലവാരം പുലർത്തി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവരാജ്യത്തിൻ്റെ പ്രിയപ്പെട്ടവരായി തന്നെ നിലകൊള്ളാൻ, ദൈവസന്നിധി നിലകൊള്ളാൻ എല്ലാവരെയും ദൈവം ഇന്ന് പകലിൽ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ ശബ്ദം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ സമാധാനം യഥാർത്ഥമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നുണ്ട് എന്നുള്ള ഉറപ്പ് പ്രാപിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ലോകക്കാരുടെ നടുവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ഞങ്ങളുമായിരിക്കുമ്പോൾ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന് സമാധാനമില്ലാത്തവരിലേക്ക് പകർന്നു കൊടുത്ത് ക്രിസ്തുവിന് സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുമേൽ കർത്താവിൻ്റെ കൃപ പകർന്നാട്ട് അനുഗ്രഹം ചുരിഞ്ഞാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ യുഗനിധിയും ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ